ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ് വണ്ടി ഒരു ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വന്നേക്കണുണ്ടോ. അപ്പോൾ അതിൻ്റെ 1-2 പാർട്സുകൾ ഡാമേജ് ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ആ കംപ്ലയിൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഏതൊക്കെ പാർട്സുകൾ ഡാമേജ് വന്നേക്കണമെന്ന് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടിയുടെ ഭാഗം കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് സംഭവിച്ചാണത് വണ്ടിയുടെ വലതുവശത്താണ് ഇടി ഉണ്ടാക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഫോർക്കൊക്കെ ഫുള്ള് ബെൻഡാണ്, നല്ല രീതിയിൽ ബെൻഡായി പോയേക്കാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുഷൻ അസംബ്ലി ഷോക്ക് പീസ് അതും ഓൾറെഡി ലോഡായിട്ട് നിൽക്കുക, ഒരെണ്ണം ജാമായൊരു കണ്ടീഷനിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് അസംബ്ലിയും ഈ 2 കുഷൻ അസംബ്ലിയും ചേഞ്ച് ചെയ്ത് തരണം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അടിഭാഗത്ത് ബാക്ക് സൈഡൊക്കെയാണ് ഇടി ഇടിയാണ്. ഇതുണ്ടോ, ഈ ഭാഗത്തേക്ക് അങ്ങനെ ചിലക്ക് വന്നേക്കണേ. അപ്പോൾ പാച്ച് വർക്ക് ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ 100% പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ വെൽഡിങ്ങൊക്കെ വിട്ടിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വെൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. പാച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങും ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലത്തെ ഫ്രണ്ട് കവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഭാഗത്തൊക്കെ ശരിക്കും പറ്റിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ പാച്ച് വർക്ക് ഈ ഭാഗങ്ങളോ എല്ലാം കൂടിയിട്ട് പാച്ച് വർക്കിലേക്ക് കൊടുക്കുക, അവരതനുസരിച്ചിട്ട് ചെയ്യും. പക്ഷേ 100% പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത്. എഴച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും കാണിക്കും വണ്ടിക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്ലോറിൻ്റെ കവർ ഇവിടെയൊക്കെ ഇടിച്ച് ചിളങ്ങിയേക്കുന്ന അവസ്ഥയിലാണ്. അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ സെയിം പാച്ച് വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അതായത് ലോ കോസ്റ്റിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. ഇതും നമുക്ക് തകിടണം തന്നെ, അത് വേണമെങ്കിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. 100% പെർഫെക്ഷൻ അതും പ്രതീക്ഷിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഇടിച്ചേക്കണ വണ്ടിയാണെന്ന് നമുക്ക് ഇപ്പോൾ എങ്ങനെ പെയിൻറ്റ് ചെയ്താലും നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും മാതിരി കേസുകളൊക്കെ ചെയ്തു വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറയണതിൻ്റെ കേസ്. പിന്നെ ഹാൻഡിൽ ബാറിന് ചെറിയൊരു ഷെയ്ക്ക് വന്നിട്ടുണ്ട്, ബെൻഡായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഹെഡ് ലൈറ്റിൻ്റെ അടിഭാഗത്തുള്ള സ്ക്രൂ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരു സ്ക്രൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ നമുക്ക് സ്ക്രൂ എടുത്ത് നിർത്താവുന്നുള്ളൂ. ഹാൻഡിൽ ബാർ ഓൾറെഡി ബെൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത്രയും ഭാഗമാണ് മെയിനായിട്ട് വന്നേക്കണം. പിന്നെ നമുക്ക് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിടേണ്ടതായിട്ട് വരും. ഈ ബുഷ് സെറ്റുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ലിങ്കിന് നിലവിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ലിങ്ക് അസംബ്ലി വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമുക്കത് അഴിച്ചതിൻ്റെ ബുഷുകൾ ചേഞ്ച് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ റൈറ്റ് സൈഡിലെ കവറുകൾക്ക് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ, കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഈ സൈഡിലേക്ക് വരുമ്പോൾ പിന്നെ സൈലൻസർ ഇവിടെ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ പുതിയ പാർട്സുകൾ മാറ്റാണെന്നുണ്ടെങ്കിൽ മാറ്റി പെയിൻറ്റ് ചെയ്ത് തരുമ്പോൾ എത്ര വരും എന്നുള്ള കേസ് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. പാച്ച് വർക്കിൻ്റെ കേസൊക്കെ നമുക്ക് പുറത്ത് കൊടുത്താലാണ് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ചിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അതനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ അയച്ചപ്പോൾ. ഈ ഫ്രണ്ടിലത്തെ ഈ മെയിൻ കവർ ഇന്നർ കവറൊക്കെ ഓൾറെഡി ഇവിടെ പൊട്ടിയേക്കുണ്ട്, അതൊക്കെ എന്തെങ്കിലും മാറ്റേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.